ഇന്ത്യൻ T20 ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ റോളിൽ വരെ എത്തിയ ശുഭ്മാൻ ഗില്ല് മറക്കാൻ ആഗ്രഹിക്കുന്ന വർഷമായിരിക്കും 2025. അവസരങ്ങൾ കൈനിറയെ കിട്ടിയിട്ടും ഒന്നുപോലും പ്രയോജനപ്പെടുത്താൻ കഴിയാതെ ടീമിന്റെ പടിക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നു ഗില്ലിന്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാതെ വന്നതോടെ ഗില്ലിന് നഷ്ടമായത് ഏതൊരു താരത്തിന്റെയും സ്വപ്നമായ T20 ലോകകപ്പ് അവസരം കൂടിയാണ്. എന്നാൽ ശുഭ്മാൻ ഗില്ല ഇപ്പോൾ പുറത്താക്കപ്പെട്ടതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നയാൾ നായകൻ സൂര്യകുമാർ യാദവ് ആയിരിക്കും. കാരണം തന്റെ ടീമിൽ ഗിൽ വേണ്ട എന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ചയാൾ സൂര്യകുമാർ തന്നെയാണെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗില്ലിനെ സൂര്യയും ഗംഭീറും സംരക്ഷിക്കുന്നു എന്ന തരത്തിലായിരുന്നു വിമർശനങ്ങൾ ഉയർന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. ഒരു വർഷത്തെ ഇന്ത്യയുടെ T20 ടീമിന്റെ ഭാഗമല്ലാതിരുന്ന ഗില്ല് ഏഷ്യ കപ്പിലൂടെയാണ് തിരിച്ചു വിളിക്കപ്പെടുന്നത്. വൈസ് ക്യാപ്റ്റൻസിയും അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം തുടർച്ചയായി 15 T20കളിലാണ് അദ്ദേഹം ഓപ്പണറായി കളിച്ചത്. പക്ഷേ ഒരു അർദ്ധ സെഞ്ചുറി പോലും ഇല്ലാതെ ദയനീയമായി മാറുകയായിരുന്നു. UAE വേദിയായ കഴിഞ്ഞ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീം സെലക്ഷൻ യോഗത്തിൽ ശുഭ്മാൻ ഗില്ലിനെ എടുക്കരുത് എന്ന് നായകൻ സൂര്യകുമാർ യാദവ് ശക്തമായി വാദിച്ചു എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ മാധ്യമപ്രവർത്തകനായ സാഹിൽ മൽഹോത്ര അവകാശപ്പെടുന്നത്. പക്ഷേ സൂര്യയുടെ എതിർപ്പ് വകവയ്ക്കാതെയാണ് ഗില്ലിനെ അന്ന് ടീമിലെടുത്തതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല, ഒടുവിലായി നടന്ന ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള T20യിൽ ഗില്ലിന്റെ പ്രകടനത്തിൽ മാനേജ്മെന്റിനോട് പലവട്ടം സൂര്യ നിരാശ പ്രകടിപ്പിച്ചുവെന്നും എന്നാൽ ഗില്ലിന് പരമാവധി അവസരങ്ങൾ നൽകുകയാണ് ഉണ്ടായതെന്നും വിവരമുണ്ടായിരുന്നു.